എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൻ്റെ ഭാഗമായുള്ള KMAT എന്ന പരീക്ഷയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. MBA പ്രവേശനത്തിന് KMAT. കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളിൽ MBA അഥവാ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പ്രവേശനത്തിനായി നടത്തുന്ന കേരള മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ KMAT 2025 ആദ്യ സെഷന് ഇപ്പോൾ അപേക്ഷിക്കാം. കേരള എൻട്രൻസ് കമ്മീഷണർക്കാണ് പരീക്ഷാ ചുമതല. പരീക്ഷയ്ക്ക് വേണ്ട യോഗ്യത: പ്രവേശനത്തിന് പ്രായപരിധിയില്ല. ആർട്സ്, സയൻസ്, എഞ്ചിനീയറിംഗ്, കോമേഴ്സ്, മാനേജ്മെൻറ്റ് വിഷയങ്ങളിൽ കുറഞ്ഞത് 3 വർഷമെങ്കിലും ദൈർഘ്യമുള്ള ബിരുദം നേടിയിരിക്കണം. MBAക്ക് ചേരുന്ന സർവകലാശാലയുടെ യോഗ്യത പരീക്ഷാ മാർക്കടക്കമുള്ള വ്യവസ്ഥകൾ പാലിക്കണം. അവസാന വർഷ ബിരുദക്കാർക്കും വ്യവസ്ഥകളോടെ അപേക്ഷിക്കാം. പ്രവേശന സ്ഥാപനങ്ങൾ: കേരളത്തിലെ വിവിധ സർവകലാശാലകൾ, ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഓട്ടോണമസ് മാനേജ്മെൻറ്റ് കോളേജുകളടക്കമുള്ള അഫിലിയേറ്റഡ് മാനേജ്മെൻറ്റ് കോളേജുകൾ എന്നിവയാണ് MBA പ്രവേശനത്തിന് KMAT സ്കോർ പരിഗണിക്കുന്നത്. പ്രവേശന റാങ്ക് പട്ടിക തയ്യാറാക്കുമ്പോൾ 80% വെയിറ്റേജ് KMAT സ്കോറിനാണ്. ബാക്കി 10% വീതമാണ് ഗ്രൂപ്പ് ഡിസ്കഷനും പേഴ്സണൽ ഇൻ്റർവ്യൂക്കും നൽകുന്നത്. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ: ഫെബ്രുവരി 23-നാണ് പരീക്ഷ. 3 മണിക്കൂർ ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസേജ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ 50 ചോദ്യങ്ങൾ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50, ഡേറ്റ ഡെഫിഷ്യൻസി ആൻഡ് ലോജിക്കൽ റീസണിംഗ് 40, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 40 എന്നിവയിൽ നിന്ന് 180 ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ശരി ഉത്തരത്തിന് 4 മാർക്ക്. ഉത്തരം തെറ്റിയാൽ 1 മാർക്ക് വീതം നഷ്ടപ്പെടും. KMAT യോഗ്യത നേടാൻ പരീക്ഷയിൽ പരമാവധി മാർക്കിൻ്റെ അതായത് 720 മാർക്കിൻ്റെ 10% 72 മാർക്കെങ്കിലും നേടണം. പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് 7.5% മാർക്ക് അതായത് 54 മാർക്ക് മതി. അപേക്ഷിക്കുന്ന രീതി: www.cee.kerala.gov.in വഴി ഫെബ്രുവരി 10 വൈകുന്നേരം 4 വരെ അപേക്ഷിക്കാം. അപേക്ഷാ ഫീസ് 1000 രൂപ. പട്ടികജാതിക്കാർക്ക് 500 രൂപ മതി. പട്ടിക വർഗക്കാർക്ക് ഫീസില്ല. അപേക്ഷകൻ്റെ ഫോട്ടോയും ഒപ്പും സ്കാൻ ചെയ്ത് അപേക്ഷകളോടൊപ്പം അപ്ലോഡ് ചെയ്യണം. മറ്റു രേഖകളൊന്നും ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതില്ല. പ്രവേശനം ലഭിക്കുന്ന സ്ഥാപനത്തിൽ ഹാജരാക്കിയാൽ മതി. ആപ്ലിക്കേഷൻ അക്നോളജ്മെൻറ്റ് പേജ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ ലഭ്യമാകും. വിശദ വിവരങ്ങൾക്ക് ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ പരിശോധിക്കാം. ഹെൽപ്പ് ലൈൻ നമ്പർ 0471 2332 123. വേറൊരു നമ്പർ 2339101. ഇമെയിൽ ID seekinfo@cee.kerala.gov.in. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.